പൈമ്പള്ളിൽ സാറാണ്. അദ്ദേഹത്തെ സിറ്റി വിഷനിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. സാർ, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഓണക്കാലത്ത് അവരുടെ വിശേഷങ്ങളും വിവരങ്ങളും അവരുടെ ഉയർച്ചയും താഴ്ചയും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ ഈ സെലിബ്രിറ്റികളെ കൊണ്ട് മാത്രമല്ലാതെ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിട്ടുള്ള വലിയ ആൾക്കാർ, അത് എന്ന് പറഞ്ഞാൽ ഉയർന്ന നിലയിൽ എത്തിയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ സാറിനോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഉള്ള ഓണം എങ്ങനെയിരുന്നു എന്നൊന്നറിയാൻ ആഗ്രഹം. ചെറുപ്പകാലങ്ങളിൽ വീട്ടിലൊക്കെ ഒത്തിരി അംഗസംഖ്യയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളെ 7 മക്കളും അപ്പച്ചനും അമ്മയും അടങ്ങുന്നതാണ് ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ കുടുംബം. അവിടെ ഓണാഘോഷം എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഇതൊരു എന്നാ പറയണ, ഒരു വലിയ ആരവം പോലെയാണ്. ഓണത്തിന്റെ അന്ന് എല്ലാവരും ഇലയൊക്കെ ഇട്ട് ഇങ്ങനെ ചുറ്റുവട്ടത്തിരുന്ന് അമ്മച്ചി എല്ലാവർക്കും ഓണസദ്യ വിളമ്പും. എൻ്റെ പെങ്ങന്മാരും ചേട്ടന്മാരും എല്ലാം ഇരുന്നുകൊണ്ടുള്ള ഒരു വിഭവ സമൃദ്ധമായ ഒരു സദ്യ. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ വെച്ച് കൂടുതൽ കെയർ കിട്ടുമായിരുന്നു. അന്ന് ഞങ്ങളുടെ ഈ പൊതുവെ ഈ ഓണ ആഘോഷത്തെ പറ്റിയുള്ള നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത് വലിയ ഓണപ്പാട്ടുകളോ അങ്ങനെയൊന്നുമില്ല. മുറ്റത്തൊരു വലിയ മാവ് നിൽപ്പുണ്ട്. അതിന്റെ മാവിന്റെ ചില്ലയില് ചേട്ടന്മാരെല്ലാം കൂടി ഒരു ഊഞ്ഞാല് കെട്ടും. ഊഞ്ഞാല് കെട്ടിയിട്ട് പെങ്ങന്മാരും ഞങ്ങളെല്ലാം കൂടി ഒരു ഊഞ്ഞാലാട്ടമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷത്തിന്റെ ഒരു പ്രത്യേകത. പിന്നെ വിഭവസമൃദ്ധമായ സദ്യ. ഒരു 62 മുതലുള്ള ഒരു കാലഘട്ടം എടുത്താൽ, ഞാൻ 59 ജനിച്ച ആളാണ്. 62 മുതലുള്ള ഏകദേശം ഒരു ചെറിയ ഓർമ്മകളാണ് മനസ്സിലുള്ളത്. അന്നൊന്നും വീടുകളിൽ വലിയ ഇന്നത്തെ പോലെ വലിയ ടൗൺഷിപ്പോ സംവിധാനങ്ങളോ ഒന്നുമില്ല. വീട് വലിയ ആദ്യകാലത്ത് ഞങ്ങൾ ചെല്ലുമ്പം ഒരു വനം പോലെ ഊട്ടിത്തെളിച്ചാണല്ലോ നമ്മളൊക്കെ കുടിയേറുന്നത്. അന്ന് ഏറുമാടത്തേലാണ് താമസം. ഞാൻ അപ്പച്ചനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചുവട്ടിൽ വന്ന് ആന നിന്നിട്ട് അതിനെ പാട്ടകുട്ടിയും ഒക്കെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഒന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നത്. പിന്നീട് ഉള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ചെറിയ പുല്ലുമേഞ്ഞ വീട്, ചെറിയ ഇത്. അന്നൊന്നും മുരിക്കാശ്ശേരിയിൽ കൂടിയാൽ ഒരു 16 അല്ലെങ്കിൽ 18 കുടുംബങ്ങളെ ആദ്യകാലത്തുള്ളൂ. ഇപ്പോ മുരിക്കാശ്ശേരിയൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു, ടൗൺഷിപ്പായി. അതൊക്കെയാണ് ഈ ചെറുപ്പകാലത്തിലുള്ള ഒരു ഓർമ്മകൾ എന്ന് പറയുന്നത്. സാർ പറഞ്ഞു വന്നത് കുടിയേറ്റ കാലങ്ങളിലാണ് മുരിക്കാശ്ശേരിയിലൊക്കെ ആദ്യമായിട്ട് കുടിയേറിയ ആളാണെന്നാണ് പറഞ്ഞത്. അതെ. അപ്പോ ഈ സ്കൂൾ ജീവിതം തുടങ്ങിയത് എവിടെയാണ് ആദ്യം? മുരിക്കാശ്ശേരിയിൽ അന്ന് ഒരു അൺഎയ്ഡഡ് സ്കൂളുണ്ട്. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ പഠനം നടത്തുന്ന ഒരു അൺഎയ്ഡഡ് സ്കൂളുണ്ട്. പക്ഷേ ഞാൻ മുരിക്കാശ്ശേരി അൺഎയ്ഡഡ് സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഞാൻ 1ാം ക്ലാസ് മുതൽ പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ്, അന്ന് ഹൈസ്കൂളാണ്, ഹയർ സെക്കൻഡറി ആയിട്ടില്ല. സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എന്താന്ന് വെച്ചാല് എൻ്റെ മൂത്ത 3 പെങ്ങന്മാരും, ഒരു മൂത്ത ചേട്ടൻ അന്ന് പഠിക്കുന്നതിനെ പറ്റി എനിക്ക് ഓർമ്മയില്ല. ബാക്കി 2 ചേട്ടന്മാരും പഠിക്കുന്നത് അവിടെയാണ്. അപ്പൊ അവരോടൊപ്പം പൊതിയൊക്കെ കെട്ടി രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഇറങ്ങും. നടന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം ഉണ്ട്. 1.5 മണിക്കൂർ വേണം പാറത്തോട്ടിൽ നടന്നെത്താൻ. ഇന്നത്തെ പോലെ വണ്ടി സൗകര്യങ്ങളില്ല, വഴിയില്ല. മുരിക്കാശ്ശേരിയിൽ നിന്ന് ചിന്നാറ് ചെന്ന് ചിന്നാറ് നിരപ്പുന്ന ഒരു ചെറിയ ഒരു 2 അടി കഷ്ടി വീതിയുള്ള ഒരു നടപ്പാത മാത്രമേ അന്ന് അങ്ങോട്ടുള്ളൂ. അപ്പോൾ പാറത്തോട്ടിൽ തന്നെയാണ് ഞാൻ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഞാനും പാറത്തോട് സ്കൂളിലാണ് 2 വർഷം പഠിച്ചത്, 7ഉം 8ഉം. അപ്പോൾ പാറത്തോട് വരെ നടക്കുക എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞത് വളരെ ശരിയാ. അന്ന് വഴിയില്ല. ചിലപ്പോ ഈ തടിയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ തടിക്ക് ഒരു കൊതയൊക്കെ അടിച്ചിട്ട് ആ കൊത വഴി ഇറങ്ങിയൊക്കെയാണ് നമ്മളൊന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അത്രമാത്രം ദുരിതങ്ങളും കഷ്ടപ്പാടും സഹിച്ചാണ് അന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസമെങ്കിലും ജനങ്ങൾ നേടിയിരുന്നത്. ഇന്നത്തെ കുട്ടികളോട് അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ പറയും, ഓ ഇതൊക്കെ പഴംപുരാണ്, ഇതും പറഞ്ഞുകൊണ്ടിരുന്നത് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന കൊച്ചുമക്കളെ എനിക്കറിയാം. ശരിയല്ലേ? തീർച്ചയായിട്ടും. ഈ ഇത്രയും കാലത്തെ ഈ ജീവിത യാത്രയിൽ സാറിന്റെ മനസ്സിന് ഏറ്റവും ഒരു സന്തോഷം തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഉള്ളിലെ ഒരു പ്രത്യേക പ്രചോദനവും സന്തോഷവും തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാനുണ്ടോ? അത് ഞാൻ തൊടുപുഴ യങ്ങണ്ടിയ കോളേജിൽ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ അന്നാണ് മുരിക്കാശ്ശേരിയിൽ ആദ്യമായിട്ട് ബസ് സർവീസ് ആരംഭിക്കുന്നത്. അന്ന് കരിമ്പം മുതൽ മുരിക്കാശ്ശേരി വരെയുള്ള പ്രദേശം എന്ന് പറയുന്നത് ടാർ ചെയ്ത റോഡല്ല, മൺ റോഡ് തന്നെയാണെങ്കിൽ ഇന്നത്തെ മൺ റോഡ് പോലെയല്ല. വണ്ടിയുടെ വീൽ പേസിലൂടെ ഇങ്ങനെ ചെളി നിറഞ്ഞ്
സാമ്പാർ വളവൊക്കെ കടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ മുരിക്കാശ്ശേരിയിൽ നിന്നും പാറത്തോടിനുള്ള വഴിയാണെങ്കിൽ പോലും അവിടെ ഒരു രസവളവ്, അവിടെ ആ ചെറിയ കയറ്റം കയറുമ്പോൾ പോലും അവിടെ വീൽ പേസിൽ കൂടെ മാത്രമേ വണ്ടി പോകത്തുള്ളൂ. അങ്ങനെ വലിയ കഷ്ടപ്പെട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് കരിമൻ മുരിക്കാശ്ശേരി വഴിക്ക് ഒരു ബസ് സർവീസ്, തൊടുപുഴയ്ക്ക് ഒരു ബസ് സർവീസ് ആരംഭിക്കുന്നത്. ഈ ബസ് സർവീസ് ആരംഭിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും അന്നത്തെ കാലത്ത്, അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലമാണ്, എല്ലാവരും ഒരുമിച്ച് ആദ്യം അവിടെ വന്നത് 12:30 മുരിക്കാശ്ശേരി നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന ഒരു പ്രകാശ് ബസ്സാണ്. അതെന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. പ്രകാശിന്റെ ബസ് വരുമ്പോൾ ആളുകളെല്ലാം കുറച്ച് അന്നത്തെ കാലത്ത് കയ്യിൽ കുറെ പൂക്കളൊക്കെ കരുതും, പൂക്കളൊക്കെ വെതറിയാണ് ഈ ബസ്സിനെ അന്ന് സ്വീകരിച്ചത്. അതുപോലെ ഈ ശാന്ത് പോലെ ബസ്സെ കൂടെ നമ്മൾ ഈ കുറിയൊക്കെ ബസ്സെ നമ്മൾ തൂത്ത് വെച്ച് വലിയ ആഘോഷമായിരുന്നു അന്ന് ബസ് സർവീസ് ആരംഭിച്ചത്. അതൊരു വലിയ അനുഭവവും എന്റെ ഓർമ്മയിൽ അന്നും ഇന്നും തങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് മുരിക്കാശ്ശേരിയിൽ ആ ബസ് സർവീസ് ആരംഭിച്ച ഒരു കാര്യം. അപ്പോൾ സാർ പറഞ്ഞത് ശരിയാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു പുരോഗതി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. സാർ പറഞ്ഞൊരു കാര്യം വെച്ച് നോക്കിയാൽ ഞങ്ങളൊക്കെ ബദേലിൽ നിന്ന് കട്ടപ്പനയ്ക്ക് ജീപ്പ് അന്ന് സർവീസ് ഉള്ളൂ. ജീപ്പ് സർവീസ് നടത്തുമ്പോൾ 5 രൂപയാണ് ബദേലിൽ നിന്ന് കട്ടപ്പന വരെയുള്ള യാത്രാക്കൂലി. അതിൽ പകുതി സ്ഥലവും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വണ്ടി ഞങ്ങൾ തള്ളിക്കൊണ്ടാണ് പോകുന്നത്. പകുതി സ്ഥലവേ യഥാർത്ഥത്തിൽ വണ്ടിയിൽ കയറി അത്ര ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ശരിയല്ലേ? തീർച്ചയായിട്ടും അന്ന് ജീപ്പ് മാത്രമാണ് ആശ്രയം. ഞങ്ങളുടെ വീട്ടിൽ അന്ന് ചേട്ടന്മാർ 2 പേര് വണ്ടിയുടെ ഓടിക്കുന്ന പണി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അവരും ഈ സാമ്പാർ വളമൊക്കെ കടന്ന് ഈ വീൽ പേസിലൂടെയുള്ള വണ്ടി ഓടിക്കൊണ്ടിരുന്ന കാര്യമൊക്കെ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. സാർ വ്യക്തിപരമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയോ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെയോ ഒക്കെ വെച്ചൊരു സംഭവം ഒന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രത്യേകിച്ച് വിശ്വാസമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ സാന്നിധ്യം വഹിക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? എനിക്ക് കഴിഞ്ഞ 32 വർഷമായി യാതൊരുവിധ രാഷ്ട്രീയ പാർട്ടികളുമായും ഒരു ബന്ധവുമില്ല. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ സ്കൂളിൽ ലീഡറായിട്ട്, ക്ലാസ് ലീഡറായിട്ട് വന്നു. പിന്നീട് പൊതുവായിട്ട് ലീഡർഷിപ്പിലേക്ക് വന്നു. അന്നും എനിക്ക് രാഷ്ട്രീയമുണ്ട്. അന്ന് ഞാൻ ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു പ്രവർത്തകനാണ്. അന്നത്തെ കാലത്ത് പാരലൽ കോളേജുകളുണ്ട്. അന്ന് ഞാൻ തൊടുപുഴ എങ്ങണ്ടിയ കോളേജിൽ പഠിക്കുമ്പോൾ പാരലൽ കോളേജ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന കേരള കോൺഗ്രസിന്റെ കീഴിലുണ്ട്. ആ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗത്തിന്റെ പാർട്ടിയുടെ ജില്ലാ ട്രഷററായി. അതുവരെ ഞാനുണ്ട്. അന്ന് ഞാൻ 82 മുതൽ 89 വരെ 7 വർഷക്കാലം മുരിക്കാശ്ശേരിയിൽ നമ്മുടെ അൺഎയ്ഡഡ് സ്കൂളുണ്ട്, LP UP, അവിടെ ഒരു അധ്യാപകനായിരുന്നു. അപ്പൊ 7 വർഷം ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ഈ രാഷ്ട്രീയ പ്രവർത്തനം സജീവമായിട്ടുണ്ട്. അന്ന് അതിന്റെ ഭാഗമായിട്ട് ഞാൻ മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ഡയറക്ടർ ബോർഡിലേക്ക് മത്സരിച്ചു. അതിന്റെ പ്രസിഡന്റായി. എന്റെ കാലത്താണ് ഇപ്പൊ ഇരിക്കുന്ന ആ കെട്ടിടത്തിന്റെ പ്രാഥമിക പണികളെല്ലാം നടന്നത്, ബിൽഡിങ്ങിന്റെ. അപ്പോൾ രാഷ്ട്രീയമുണ്ട്. അതിനുശേഷം സ്കൂൾ വിദ്യാഭ്യാസം മുരിക്കാശ്ശേരിയിലെ സ്കൂളില് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അന്ന് അവിടെ സെന്റ് തോമസ് കോളേജ് എന്നും പറഞ്ഞൊരു പാരലൽ കോളേജ് ഉണ്ട്. അവിടെ ഞാൻ ഗസ്റ്റ് അധ്യാപകനായിട്ട് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് കുറെ നാള് പഠിപ്പിച്ചിട്ടുമുണ്ട്. ആ ഒരു സമയത്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിലും സ്കൂളിലെ ജോലി ഒക്കെ വിട്ടു. അത് അൺഎയ്ഡഡ് സ്കൂളല്ലേ, അതൊരു ശാശ്വതമായ ഇതല്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ 92-ലാണ് ഞാൻ വ്യാപാര രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഞാൻ രാഷ്ട്രീയം നിർത്തി. വ്യാപാര രംഗത്ത് വന്നതിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ അവരുടെ പരിപാടികൾക്കോ പോവുകയോ അവരുമായി പ്രത്യേകമായ ആഭിമുഖ്യം പുലർത്തുകയോ ചെയ്തിട്ടില്ല. എന്ന് കരുതി നമ്മുടെ മനസ്സിലൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. അതല്ലാതെ പൊതുവായി യാതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും അതിനുശേഷം ഞാൻ പോയിട്ടില്ല, വ്യാപാര രംഗത്ത് വന്നതിന് ശേഷം. ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉള്ളിലുണ്ടോ? നല്ലതെന്നോ മോശമെന്നോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ നല്ലതെന്നും ചീത്തയെന്നും പൊതുവെ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെ തരംതിരിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. ഓരോ ജനതയ്ക്കും അവർക്ക് അനുയോജ്യമായ ഭരണാധികാരികളെ കിട്ടുമെന്ന് വിൽസൺ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയോ അങ്ങനെയായിരിക്കും നമ്മുടെ ഭരണാധികാരികളും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന രാഷ്ട്രീയ പാർട്ടി കൂടുതൽ മെച്ചം, ഇന്ന രാഷ്ട്രീയ പാർട്ടി മെച്ചമല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പണ്ട് കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സേവനം പോലെയായിരുന്നു, രാഷ്ട്ര സേവനം പോലെയായിരുന്നു. പക്ഷെ ഇപ്പോ
രാഷ്ട്രീയ പ്രവർത്തനം അത്ര സേവനമായിട്ട് മാത്രം കാണുന്ന ആളുകൾ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. എല്ലാവരും അവരുടേതായ ചില സ്വാർത്ഥമായ താല്പര്യങ്ങൾ വച്ചു പുലർത്തുന്നു. ആ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇപ്പോഴും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും നല്ല ആദർശവതികളായ രാഷ്ട്രീയക്കാർ ഇപ്പോഴും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ജില്ലയിലുമുണ്ട്, സംസ്ഥാനത്തുമുണ്ട്. പ്രത്യേകിച്ച് അവരെയൊന്നും വേർതിരിച്ച് നമ്മൾ കാണുന്നില്ല. അത് ഏത് സമൂഹത്തിലുമില്ലേ, രാഷ്ട്രീയത്തിൽ മാത്രമല്ലല്ലോ, ഏത് സംഘടനകളിലും സ്വന്തം കാര്യം നേടാൻ വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്തുന്നവരും സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോ സാർ പറഞ്ഞതിൽ ഏറ്റവും മെയിൻ ഒരു പോയിന്റാണ് ഞാൻ ഉദ്ദേശിച്ചതും എനിക്ക് കിട്ടിയതും. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പണ്ടൊക്കെ രാജ്യ സ്നേഹവും രാജ്യസേവനവും കൂടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വളരെ വ്യക്തിപരമായി അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രകടന പരിപാടിയായി മാറിയിട്ടുണ്ടോ എന്ന് എനിക്കും സംശയമുണ്ട്. അതെ അതെ, അത് നമ്മൾ കാണുന്നതനുസരിച്ചിരിക്കും. എല്ലാ കൂട്ടത്തിലും നല്ല മനുഷ്യരും നല്ല ആത്മാർത്ഥതയോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളും കുറച്ച് ആത്മാർത്ഥത ഇല്ലാതെ സ്വാർത്ഥതയോടു കൂടി ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. എല്ലാ സമൂഹത്തിലും അങ്ങനെ ഉണ്ട് താനും. തീർച്ചയായും. അപ്പോ ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ചില കുസൃതി നിറഞ്ഞതായിരിക്കാം ചിലപ്പോ, സാറിന് എങ്ങനെ അത് അഫക്ട് ചെയ്തിരിക്കത്തില്ല. ഈ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എപ്പോഴാണെങ്കിലും ഒരു പ്രേമബന്ധമോ അങ്ങനെ എന്തെങ്കിലും ചെന്നപ്പെട്ടിട്ടുണ്ടോ? പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വലിയ പ്രേമബന്ധങ്ങൾ ചെന്ന് പെട്ടിട്ടില്ല. പിന്നെ നമുക്ക് ചില കുട്ടികളോടൊക്കെ ചില പ്രത്യേകമായ താല്പര്യങ്ങൾ തോന്നുക സ്വാഭാവികമാണല്ലോ. നമ്മള് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെങ്കിലും ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഒരു പ്രത്യേക താല്പര്യം ചില കുട്ടികളോട് നമുക്ക് തോന്നുക സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ വിവാഹം കഴിച്ചത് വീട്ടുകാരെ ആലോചിച്ച് കണ്ടെത്തിയ ഒരു പെൺകുട്ടിയെ തന്നെയാണ്. അല്ലാതെ ഒരു പ്രേമബന്ധത്തിലൂടെ വിവാഹ ജീവിതത്തിലേക്ക് വന്ന ആളല്ല ഞാൻ. പിന്നെ ഇന്നത്തെ പോലെ പ്രേമിക്കാനും പ്രണയിക്കാനും ഒന്നും ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അതിന് തക്ക ഒരു സംവിധാനമോ ഉള്ള കാലഘട്ടത്തിലായിരുന്നില്ല നമ്മൾ ജീവിച്ചത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഓണസമയത്ത് പ്രേക്ഷകർക്കായി എന്തെങ്കിലും ഒരു സന്ദേശം നൽകാനുണ്ടോ? ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. ആ ഓണം നല്ല നിലയിൽ ആഘോഷിക്കാൻ ഉള്ള ഒരു അവസരമാണ് ശരിക്കും എല്ലാ ആളുകളും കണ്ടെത്തേണ്ടത്. പണ്ടത്തെ പോലെ മത സാമുദായിക ഒരു സൗഹാർദ്ദം ഇന്നത്തെ കാലഘട്ടത്തിൽ കുറഞ്ഞു വരുന്നുണ്ട്. ഓണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രത്യേകമായ ആഘോഷമല്ല. എന്റെ മോൻ ഇപ്പോ UK ജോലി ചെയ്യുന്നത്. അവൻ അവിടെ പറയുന്നത് കേൾക്കാം, അവിടെ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടുത്തെ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ. മകള് കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. മകളും ഫാമിലിയും എല്ലാം അവിടെയാണ്. അവിടെയും ഈ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തില് ഓണാഘോഷത്തിനുള്ള പരിപാടികളെല്ലാം അവർ കാലേ കൂട്ടി, കലാപരിപാടികളടക്കം ഡാൻസ് അടക്കം ഉള്ള പരിപാടികൾ തുടങ്ങി വെച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മള് ശരിക്കും മാവേലി നാട് വാണിടുന്ന കാലത്തെ പറ്റിയുള്ള നമ്മുടെ സ്വപ്നം സകലവിധ കള്ളവും ചതിയും ഒന്നുമില്ലാത്ത നല്ല ജനങ്ങളും നല്ല ഭരണാധികാരികളും ഉള്ള ഒരു കാലഘട്ടത്തെയാണ് ഓണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എനിക്ക് ഇന്ന് പൊതുവായിട്ട് പറയാനുള്ളത്, എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണാധികാരി സമൂഹമാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പലരും എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ച് പോകുന്നില്ല. കൂട്ടത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുന്നു, കുറെ ആളുകളെ പുറത്ത് ശത്രുപക്ഷത്ത് എന്ന പോലെ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് കുറെ വർഷങ്ങളായി നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് തോന്നുന്നത്. ഇതിന് മാറ്റം വരുത്തിയിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണ സംവിധാനം മാവേലി നാട് വാണിടുന്നത് പോലെ, ആ കാലഘട്ടം പോലെ എല്ലാ ആളുകളെയും, പണക്കാരനെയും പാവപ്പെട്ടവനെയും സമ്പന്നനെയും ദരിദ്രനെയും എന്ന് നമ്മൾ പറയുന്നത് പോലെ ജാതി വ്യത്യാസങ്ങൾ കൂടാതെ എല്ലാ ആളുകളെയും ഒരേപോലെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഓണ ആഘോഷം ഈ വർഷം ഉണ്ടാകട്ടെ. കഷ്ടപ്പെട്ട് ഓണം ആഘോഷിക്കരുത് എന്ന അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഇഷ്ടപ്പെട്ട് വേണം ഓണം ആഘോഷിക്കാൻ. നമ്മള് കാണം വിറ്റും ഓണം ഉണ്ണുക എന്നൊക്കെ പറയുന്നത് പഴയ സങ്കല്പമാണ്. കാണം വിറ്റൊന്നും ഓണം ഉണ്ണരുത്. നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ളിൽ, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഓണത്തിന് എന്തെല്ലാം വിഭവങ്ങളൊക്കെ കൂട്ടി നമുക്ക് ആഘോഷങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ, നല്ല ഒത്തിരി കറികൾ കൂട്ടിയുള്ള ഭക്ഷണം, ഇതെല്ലാം നല്ലതാണ്. പക്ഷെ നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രമുള്ള ഒരു സംവിധാനങ്ങൾ, വസ്ത്രധാരണത്തിലായാലും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിലായാലും ഭക്ഷണ കാര്യത്തിലായാലും
കളികളുടെ കാര്യത്തിലായാലും ആഘോഷങ്ങളുടെ കാര്യത്തിലായാലും ഒന്ന് പുറത്തേക്ക് ഒരു ഔട്ടിങ് ആളുകളെ, മക്കളെയും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് പോകുന്ന കാര്യത്തിലായാലും നമ്മുടെ സംവിധാനത്തിനനുസരിച്ചുള്ള, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു ക്രമീകരണമാണ് എല്ലാ ആളുകളും ചെയ്യേണ്ടത്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള ഒരു ഓണാഘോഷത്തിന് അധികാരി വർഗം തയ്യാറാകണം എന്നുകൂടിയാണ് എനിക്ക് പൊതുവെ ഒരു സന്ദേശമായി സൂചിപ്പിക്കാനുള്ളത്. സാർ പറഞ്ഞു നിർത്തിയത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയമോ മതങ്ങളോ മറ്റൊരു സംഭവങ്ങളും ചേർക്കാതെ എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടു കൂടി ഈ ഓണം ആഘോഷിക്കാൻ അവസരമുണ്ടാകട്ടെ. ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ച ശ്രീ സണ്ണി സാറിന് നമ്മുടെ സിറ്റി വിഷന്റെ നാമത്തിൽ വളരെ ഹൃദയംഗമമായ നന്ദി അർപ്പിക്കുന്നു.